പൂരം ഇത്തപ്പറിന്റെ പ്രശ്നം ഇക്കൊല്ലാണ്, ആളെ കണ്ടത് കഴിഞ്ഞല്ല. നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത്. LDF സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അങ്ങയോടൊപ്പം മത്സരിച്ചിരുന്ന സുനിൽകുമാർ തന്നെ പറയുന്നത് ഈ പൂരം കലക്കിയ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ കൂടിക്കാഴ്ച. അപ്പോൾ 16 മാസമായി എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ കഴിയുമോ? പരിശോധിക്കപ്പെടണ്ടേ? ചോദ്യം തെറ്റിപ്പോയി നിങ്ങളുടേത്. എന്താ വെച്ചാൽ ആ സമയത്തല്ല ഇത്. അത് മനസ്സിലായില്ലേ? പൂരം ഇത്തപ്പറിന്റെ പ്രശ്നം ഇക്കൊല്ലാണ്, ആളെ കണ്ടത് കഴിഞ്ഞല്ല. നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത്. അല്ല ഇതെങ്ങനെ ഇങ്ങനെ അല്ല, നിങ്ങൾ വീണിട തുരുളരുത്. പത്രക്കാർ നല്ല ആൾക്കാരാണ്. നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ വീണയിൽ തെറ്റില്ല, വീണ്ടും ഉരുണ്ടേക്കരുത് കേട്ടോ. RSS നേതാവിനെ കണ്ടതിൽ പാർട്ടിയുടെ നിലപാടെന്താണ്? അത് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? അപ്പൊ ഒരാളെ കണ്ടാൽ അത് ഞങ്ങൾ നിയോഗിച്ച് കണ്ട ആളല്ലല്ലോ. ഇല്ല, അയാൾ ADGP ഇത്രയും കാലം മുമ്പ് കണ്ടു നിങ്ങൾ പറയുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്ന്. ഗവൺമെന്റ് അത് പരിശോധിച്ചോളൂ, അതിൽ നിങ്ങൾ വിഷമിക്കണ്ട. അല്ല, ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞാൽ ഗവൺമെന്റിലെ പാർട്ടി സഖാക്കളിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഞങ്ങളുടെ പാർട്ടിയല്ലേ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലേ? നിങ്ങളുടെ പരിപാടി എന്താ അറിയോ? നിങ്ങളുടെ പരിപാടി ഇങ്ങനെ കലക്കലാണ്. അതിന് നിങ്ങൾ ഞങ്ങൾ കൂട്ടാക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പിണറായി വിജയൻ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ല എന്നറിയാത്തവരാണോ കേരളത്തിലെ പത്രപ്രവർത്തകർ? നിങ്ങൾ അത് വ്യക്താക്കും. അത് നിങ്ങൾ വ്യക്താക്കണ്ട. ഞാൻ പറയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം നല്ല നിലയിലാണ് പാർട്ടി സെക്രട്ടറി ആയത്. അദ്ദേഹം നല്ല നിലയിലാണ് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ആവശ്യവും യുക്തവുമായ നടപടികൾ എടുക്കാനുള്ള പ്രാപ്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നിർത്തണം. അതൊക്കെ അല്ല. നിങ്ങൾ രാവിലെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു, വൈകുന്നേരം ആയപ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാര്യം. അങ്ങനെ ഒരു സംഭവം ആർക്കും സംഭവിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം വൈകുന്നേരം, നിങ്ങൾ 16 മാസം പുതു പറഞ്ഞോ? അല്ല, പറയാത്ത ആള് അല്ല. നിങ്ങൾ ഇത് അമ്മേനെ തല്ലിയത് ശരിയാണോ എന്ന് ചോദിക്കുന്ന പോലെ പരിപാടിക്ക് നിൽക്കരുത് ഞങ്ങളോട്. ഞങ്ങളോട് ചെയ്യരുത്. അത് ഞങ്ങളോട് ചെയ്യരുത്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. ഗവൺമെന്റിന്റെ മുന്നിൽ ഈ പ്രശ്നം വന്നാൽ യുക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും എടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിയും. കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായാലും ഭരണപരമായാലും ഏതെങ്കിലും തെറ്റുകൾക്ക് കൂട്ടുവെക്കുന്ന ആളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. കേരളത്തിലെ മുതിർന്ന MP BJP-യിൽ ചേരാൻ ചർച്ച നടത്തിയെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വാർത്ത. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് MP BJP-യിൽ ചേരാനായി ചർച്ച നടത്തി. എന്താണ് അങ്ങയുടെ? അത് അത്ഭുതകരമായൊരു കാര്യമല്ല. കേരളത്തിലെ BJP-യിലേക്ക് എത്ര കോൺഗ്രസ് നേതാക്കന്മാർ? തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ? ആ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? പൂരം കലക്കണതിന് പിന്നെ പത്മജ BJP ചേർന്നില്ലേ? പൂരം കലക്കിയ കേസല്ലേ ഇവർക്കുള്ളൂ. പത്മജ അപ്പം BJP ചേർന്നില്ലേ? തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പല്ലേ? കരുണാകരൻ്റെ തൃശ്ശൂരിലെ വീട്ടിൽ RSS കയറിയില്ലേ? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും വലിയ മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ച ആളല്ലേ? അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ മുന്നിൽ വരുന്ന ഏത് പ്രശ്നത്തിലും പരിശോധിക്കും, കൃത്യതയുള്ള നിലപാടുകൾ സ്വീകരിക്കും. ഏതെങ്കിലും തരം വർഗീയ ശക്തികളോടൊന്നും ഞങ്ങൾ കൂട്ടുകൂടില്ല. അത് ഞങ്ങളുടെ ചരിത്രത്തിലുമില്ല. പിന്നെ ഇപ്പം നിങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കും, പ്രതിപക്ഷം ചെയ്യും. അതിൽ തെറ്റില്ല. അത് നിങ്ങളുടെ ജോലിയാണ്. അത് നിങ്ങൾ തുടരുക. ഞങ്ങളുടെ ശരിയായ നിലപാടുകളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് മതി.